സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം BBAയിലെ 4th സെമസ്റ്ററിലെ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു സബ്ജക്റ്റിൽ 5 മൊഡ്യൂളാണുള്ളത്. അതിൽ 4 ചാപ്റ്റേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ചാപ്റ്ററിലും എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, എന്താണ് എൻ്റർപ്രൈസ്, അതുപോലെ തന്നെ എന്താണ് ഒരു മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പാർട്ടുകൾ മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല, ബാക്കിയുള്ള പോർഷൻസും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാം. ഇത് മാത്രം കവർ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാതും കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ എൻ്റർപ്രണർ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്ന ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. എന്താണ് ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ എൻ്റർപ്രണർ ordinary called a businessman, he is a person who combines 4 factors production such as land, labor, capital and organization. For the purpose of production, he organize and manage a business unit assuming the risk for profit. ഈ ഓൺട്രപ്രണറിനെ നമ്മൾ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്നും വിളിക്കുന്നുണ്ട്. ഒരു ഓൺട്രപ്രണർ സാധാരണ പ്രൊഡക്ഷനിനായിട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നിങ്ങനെ 4 ഘടകങ്ങളെ പ്രൊഡക്ഷനായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ പറയുന്ന പേരാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവ പ്രോഫിറ്റിനുള്ള അപകട സാധ്യത അത് കണക്കിലെടുത്താണ് ഈ ഓൺട്രപ്രണേഴ്സ് ഒരു ബിസിനസ് യൂണിറ്റ് സംഘടിപ്പിക്കുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്. അത്തരം ഒരു പേഴ്സണെ പറയുന്ന ഇതാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. According to J.B. Say, an entrepreneur is one who brings the factors of production and combines them into a product. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണറിൻ്റെ ഡെഫിനിഷന് JB Say എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫാക്ടേഴ്സ് അത് കൊണ്ടുവന്ന് അവയെ ഒരു പ്രൊഡക്ഷനിലേക്ക് സംയോജിപ്പിക്കുന്നയാളെയാണ് നമ്മൾ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം, പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ്, അതായത് പ്രൊഡക്ഷൻ്റെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടുവന്നിട്ട് അവയെ ഒരു പ്രൊഡക്ഷനിലേക്ക് സംയോജിപ്പിക്കുന്ന ഒരു പേഴ്സണെ പറയുന്ന പേരാണ് ഓൺട്രപ്രണർ. അതാണ് ഈ JB Say ഇവിടെ നിർവചിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓൺട്രപ്രണർ. എന്താണ് ഈ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ സവിശേഷതകൾ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫൈൻ ഓൺട്രപ്രണർ അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഓൺട്രപ്രണേഴ്സ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ക്രിയേറ്റിവിറ്റി. ബിക്കമിങ് ആൻ ഓൺട്രപ്രണർ സ്റ്റാർട്ട് വിത്ത് ആൻ ഐഡിയ. യു നീഡ് ടു സീ ഓപ്പർച്യൂണിറ്റീസ്, ഫൈൻഡ് ഇന്നോവേറ്റീവ് വേ ടു ഡു തിങ് ആൻഡ് ബ്രിങ് സൊല്യൂഷൻ ടു ദ പബ്ലിക്. ഇവിടെ ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺട്രപ്രണേഴ്സിന് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിലൂടെയാണ് ആരംഭിക്കുന്നത്. അത് നമ്മുടെ അവസരങ്ങൾ അതിലൂടെ കാണുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചില മാർഗങ്ങൾ കണ്ടെത്തുകയും അത് പൊതുജനങ്ങൾക്ക് സൊല്യൂഷൻ ആവുന്ന രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഈ പറയുന്ന ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓൺട്രപ്രണേഴ്സ് ആകുന്നത് അവർ കോൺസെപ്റ്റിലൂടെ ആയിരിക്കും. ആ കോൺസെപ്റ്റിലൂടെ എത്രത്തോളം അവസരങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അത് കണക്കാക്കുകയും അതിലൂടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക്സിന് എന്തെങ്കിലും സൊല്യൂഷൻസ് അത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, പാഷൻ ഈസ് വാട്ട് ഡ്രൈവ് ഓൺട്രപ്രണേഴ്സ്. ദേ യൂഷ്വലി ലവ് വാട്ട് ദേ ഡു ആൻഡ് ദിസ് ഹെൽപ്പ് ദം ഇൻവെസ്റ്റ് ദയർ ടൈം ടു ദയർ പ്രോജക്റ്റ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺട്രപ്രണർ എന്ന് പറയുന്നത് പാഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഷൻ ഈസ് വാട്ട് ഡ്രൈവ് ഓൺട്രപ്രണേഴ്സ്. ഈ ഓൺട്രപ്രണേഴ്സ് സാധാരണയായിട്ട് ചെയ്യുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രൊജക്റ്റുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ അവരുടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം
ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പാഷനായിട്ട് എന്താണ് നയിക്കുന്നുള്ളൊരു ഇതാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അത് എന്താണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓൺട്രപ്രണേഴ്സ് ആക്ടിവിറ്റി ചെയ്യുന്നതിനെ അവർ ഇഷ്ടപ്പെടുകയും അത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് അവരുടെ ആ പ്രൊജക്റ്റുകളിൽ അവരുടെ ടൈം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണേഴ്സ് ഈസ് എ പാഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് Motivation is the will to accomplish certain things. Entrepreneurs are driven to make their business a success and push themselves. ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അത് നിറവേറ്റാനുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പും അതുപോലെ തന്നെ പ്രചോദനവും തങ്ങളുടെ ബിസിനസ് അത് വിജയകരമാക്കാനും അതുപോലെ തന്നെ സ്വയം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു ഓൺട്രപ്രണേഴ്സിനെ പ്രേരിപ്പിക്കുക. ഓൺട്രപ്രണേഴ്സിനെ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അത് വിജയകരമാക്കി തീർക്കാനും വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റാനും വേണ്ടിയിട്ട് എന്താണ് ഓൺട്രപ്രണേഴ്സിനെ മുന്നോട്ട് നയിക്കുക. അതും ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ സവിശേഷതയാണ്. നെക്സ്റ്റ് വൺ, product or service knowledge. Entrepreneurs know what they have to offer and to whom they can sell it. Clearly define the category of products or services you sell and how they provide value to consumers. Also study your target clients to make sure you answer their needs. This will allow you to improve your offer continuously so you can stay on top of industry trend. ഇവിടെ പ്രോഡക്റ്റ് ഓർ സർവീസ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺട്രപ്രണേഴ്സിന് അവർ എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്നും ആർക്കാണ് ഇത് സെയിൽ ചെയ്യുന്നതെന്നും അറിയാൻ സാധിക്കും. നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ അവ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ നൽകുന്നതുമെന്നും വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളുടെ ആ യൂണിറ്റുകളെ ടാർഗറ്റ് ചെയ്ത് ക്ലയൻറ്റുകൾ അതിൽ വരുന്ന ഓരോ ക്ലയൻറ്റുകളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കുകയും ആ ഉത്തരം കൊടുക്കുന്നത് റൈറ്റായിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്റ്റഡി ചെയ്യുകയും വേണം. നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഓഫർ അത് തുടർച്ചയായിട്ട് മെച്ചപ്പെടുത്താൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നതിനാൽ ആ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ വരുന്ന പ്രവണതകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തുടരാനാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഓർ സർവീസ് നോളജസ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് എന്താ പറയുന്നത്, ഓൺട്രപ്രണേഴ്സിന് അവർ എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്നും ആർക്കാണ് ഇത് സെയിൽ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നടത്താമെന്നും ഇതൊക്കെ ചെയ്യുന്നത് ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അവർക്ക് അതിൻ്റേതായുള്ള പ്രൊഡക്ഷൻ നോളജസും ആ സർവീസിൽ അത്രയും വിശ്വാസങ്ങളുണ്ട്, ബിലീവ് ഉണ്ട്, നോളജസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ വിൽക്കുന്ന എന്തെങ്കിലും സെയിൽസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അത് വിൽക്കാനും അതുപോലെ അതിലൂടെ സർവീസ് നടത്താനും അത് പല പാർട്ടുകളായിട്ട് ഉപഭോക്താക്കൾക്ക് അഥവാ കസ്റ്റമേഴ്സിന് അത് കൊടുക്കാനും അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് എത്രത്തോളം ഓരോ പ്രോഡക്റ്റിന് എന്തൊക്കെ വാല്യൂ ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഓർ സർവീസ് നോളജബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സെൽഫ് കോൺഫിഡൻസ്. Entrepreneurs believe they can achieve their goal. They may have doubt, but they persevere through it. They are ready to invest the necessary work because they are confident they can create something better than what already exists. ഇവിടെ പല സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ് അത് എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബിസിനസ് പരമായിട്ട് ഒരു ഓൺട്രപ്രണേഴ്സിന് എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗോൾസ് ഉണ്ടാവും. ആ ഗോൾസൊക്കെ എന്താണ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അവരെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ പക്ഷെ അവരതിലൂടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായുള്ളൊരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ആ ഒരു സംരംഭം അവിടെ തുടങ്ങൂല. കാരണം ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഇതിൽ നല്ല കോൺഫിഡൻസ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ എൻ്റർപ്രൈസസ് എത്രത്തോളം അത് വാല്യൂബിൾ ആണ് എന്നുള്ളത് അവർക്ക് ഓൾറെഡി സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റീസിലേക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. നെക്സ്റ്റ്,
റിസ്ക് ടേക്കിംഗ്. ഓൺട്രപ്രണേഴ്സ് ആർ റെഡി ടു ടേക്ക് റിസ്ക്. ദേ പ്ലാൻ ഫോർ ദ unknown so they can make calculated decisions that are profitable for them and their business. റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺട്രപ്രണേഴ്സ് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന വ്യക്തികളാണ്. അവർ അൺനോൺ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിനാൽ അവയ്ക്ക് അവരുടെ ബിസിനസ്സിനും അതുപോലെ തന്നെ ആ ബിസിനസ്സിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അതുപോലെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ ഒരു ഓൺട്രപ്രണേഴ്സിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസിഷൻ മേക്കിംഗ്. ഓൺട്രപ്രണേഴ്സ് നീഡ് ടു മേക്ക് ക്വിക്ക് ഡിസിഷൻ ആൻഡ് ഫേക്ക് ആക്ഷൻ ഫോർ ദ സക്സസ് ഓഫ് ദെയർ ബിസിനസ്. ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ ബിസിനസ്സിൻ്റെ അത് വിജയത്തിലേക്കായിട്ട് ഓരോ പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് അതിലൂടെ നീങ്ങണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണേഴ്സ് പെട്ടെന്ന് അവരുടെ ഡിസിഷൻസ് എടുക്കുകയും അവരുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിനായിട്ട് അതിൻ്റേതായുള്ള പ്രൊസീജിയേഴ്സ് അവർ സ്വീകരിക്കുകയും ചെയ്യണം. നെക്സ്റ്റ്, മണി മാനേജ്മെൻറ്റ്. Entrepreneurs need to understand the financial situation of their business. Even if they hire a specialist like an accountant, they are the decision maker and must know their situation to run the business successfully. ഇവിടെ പറയുന്ന മണി മാനേജ്മെൻറ്റ്. ഒരു ഓൺട്രപ്രണേഴ്സ് അവരുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യലി ആയിട്ടുള്ള ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒരു അക്കൗണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു എൻ്റർപ്രൈസിനെ നിയമിക്കുന്നതാണെങ്കിലും അവരെന്താണ് ഈ ഡിസിഷൻസ് എടുക്കുന്നവരാണ് എന്നതും കൂടിയാണ് പറയുന്നത്. ഒപ്പം ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിനായിട്ട് നടത്തുന്നതിന് അവരുടെ വളരെയധികം ഹെൽപ്പ് നമുക്ക് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ അവരുടെ എല്ലാ സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ മണി മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ 8 എണ്ണത്തിൽ കൂടാതെ നമുക്ക് ഇഷ്ടം പോലെയുള്ള പോയിൻറ്റ്സ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ബാക്കിയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ടെക്സ്റ്റിൽ കുറേ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഓൺട്രപ്രണർ സ്റ്റാർട്ട് ഓഫ് ബിസിനസ്. ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനേജർ എന്ന് പറയുകയാണെങ്കിൽ മാനേജർ റെൻഡർ ഹിസ് സർവീസസ് ടു ദ എൻ്റർപ്രൈസസ്. ഈ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിനെ റെൻഡർ ചെയ്ത് അത് കൂടുതലായിട്ട് സർവീസ് ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓണർ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഓണറാണ് ആര്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഓഫ് ദ ബിസിനസ്. മാനേജർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എംപ്ലോയർ ആണ്. നെക്സ്റ്റ്, ബിയറർ ഓൾ റിസ്ക്. ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു എൻ്റർപ്രൈസിലുള്ള എല്ലാ റിസ്ക്കും ബിയർ ചെയ്യും. മാനേജർ ആണെങ്കിൽ നൈദർ ഷെയർ റിസ്ക്. മാനേജർ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഓൺട്രപ്രൈസിലുള്ള എല്ലാ റിസ്ക്കും എന്താണ് ഡിവൈഡ് ചെയ്യും, ഷെയർ ചെയ്യുക. നെക്സ്റ്റ്, ഹി റിസീവ് ദ പ്രോഫിറ്റ്. റിസീവർ ദ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ അവർക്കുള്ള പ്രോഫിറ്റ് അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യൽ. നേരെ മറിച്ച് മാനേജർ എന്ന് പറയുകയാണെങ്കിൽ ഹി റിസീവ് ദ സാലറി. അവർക്ക് എന്താണോ അവർ ജോബ് ചെയ്ത് അതിനുള്ള സാലറി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ നമ്മുടെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ആ ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് അഥവാ പുതുതായുള്ള ആക്ടിവിറ്റീസ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി ഈസ് ഹൈ. ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഹൈ ലെവലിലേക്ക് പീക്ക് ലെവലിലായിരിക്കും. നേരെ മറിച്ച് റെസ്പോൺസിബിലിറ്റീൻ്റെ കേസിൽ മാനേജറിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലോ ലെവലിലേക്കായിരിക്കും. കാരണം അവർക്ക് എന്താണോ ജോബ് കൊടുത്തുള്ളത് അത് മാത്രം അവർ റെസ്പോൺസിബിൾ ആയാൽ മതി. നെക്സ്റ്റ്, സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ. ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻ്റ് ആവണം, അതുപോലെ സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ ആയിരിക്കണം. നെക്സ്റ്റ്, മാനേജർ എന്ന് പറയുകയാണെങ്കിൽ മോട്ടിവേറ്റഡ് ബൈ പവേഴ്സ്. അവരുടെ അണ്ടറിൽ വരുന്ന ആ അധികാരങ്ങളിലേക്ക് മാത്രം അവർ മോട്ടിവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ മാനേജർ. അപ്പോൾ ഇതാണ് ഓൺട്രപ്രണേഴ്സും മാനേജറും തമ്മിലുള്ള ഡിഫറൻറ്റ്. നെക്സ്റ്റ്,
നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് എന്താണ് ഓൺട്രപ്രണർഷിപ്പ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ് ഒരു ഓൺട്രപ്രണർ എന്നായിരുന്നു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പ് എന്താണ്. ഇതും എക്സാമിന് ഡിഫൈൻ ഓൺട്രപ്രണേഴ്സ് ചോദിക്കുക. അപ്പോൾ ഡിഫൈൻ ഓൺട്രപ്രണേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കുന്നത്. കാരണം എന്താ ഓൺട്രപ്രണർ എന്ന് പറയണമെങ്കിൽ എന്താണ് ഒരു ബിസിനസ് മാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്താണ് ഒരു എൻ്റർപ്രൈസ്, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ദ term entrepreneurship simply means creation of business or starting of business. It is the process of changing ideas into commercial opportunities. ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന വാക്കിൻ്റെ മീൻസ് എന്ന് പറയുന്നത് അല്ലെ ടേം എന്ന് പറയുന്നത് ഒരു ബിസിനസ് പുതുതായിട്ട് സൃഷ്ടിക്കുക, അതാണ് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുക എന്നാണ് ഓൺട്രപ്രണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൺട്രപ്രണർഷിപ്പിലുള്ള കോൺസെപ്റ്റ് എന്താണ്, കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസുകളാക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദ വേർഡ് ഓഫ് മുസൽമാൻ then and Jackson. Entrepreneurship is the investing and risking of time, money and effort to start a business and make it successful. മുസൽമാൻ ആൻഡ് ജാക്സൻ്റെ അവർ പറയുന്നത് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അത് ആരംഭിച്ച് അത് സക്സസ്ഫുൾ ആക്കുന്നതിനുള്ള ടൈം, എമൗണ്ട്, അതുപോലെ തന്നെ പരിശ്രമം എന്നിവ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പാണ് എന്നാണ് പറയുന്നത്. എന്നിവ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു ഓൺട്രപ്രണർഷിപ്പാണ് എന്നാണ് പറയുന്നത്. ആരുടെ വാക്കുകളിൽ? മുസൽമാൻ ആൻഡ് ജാക്സൻ്റെ വാക്കുകളിൽ പറയുന്നതാണ്. ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആരംഭിച്ച് അത് സക്സസ്ഫുൾ ആക്കുന്നതിനുള്ള ടൈം, മണി, റിസ്ക് അല്ലെങ്കിൽ എഫേർട്ട് എന്നിവ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു ഓൺട്രപ്രണർഷിപ്പ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഫസ്റ്റ് പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇന്നൊവേഷൻ. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ ഫങ്ഷൻ ഓഫ് ലീഡർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഓൺട്രപ്രണർഷിപ്പ് ഈസ് എൻ ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫങ്ഷൻസ്. ഒരു ഓർഗനൈസേഷന് ബിൽഡിംഗ് ഫങ്ഷനാണ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ആണ് ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഹൈ അച്ചീവ്മെൻറ്റ്. ഓൺട്രപ്രണർഷിപ്പിലൂടെ നമുക്ക് എന്താണ് ഹൈ അച്ചീവ്മെൻറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുതലായുള്ള അച്ചീവ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് പ്രൈമർലി ആൻ എക്കണോമിക് ആക്ടിവിറ്റി ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ്. ഓൺട്രപ്രണർഷിപ്പ് പ്രൈമർലി ആയിട്ട് ഒരു എക്കണോമിക്കലി ഫങ്ഷനാണ്. അതുപോലെ തന്നെ കാരണം അതിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഫങ്ഷൻസും ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഓൺട്രപ്രണർഷിപ്പ് ഇൻവോൾവ് അസ്യൂമിങ് ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഫെസിലിറ്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്ചേഞ്ച് ഫോർ പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ചിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു സിറ്റുവേഷൻസ് അതെന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് അത് അസ്യൂം ചെയ്യുക. അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഓൺട്രപ്രണർഷിപ്പിൽ വരുന്ന ഭാഗമാണ്. എന്ന് വെച്ചാൽ ഓൺട്രപ്രണർഷിപ്പിൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അസ്യൂം ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഫെസിലിറ്റേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഇൻ എക്സ്ചേഞ്ച് ഓഫ് പ്രോഫിറ്റ്. എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫെസിലിറ്റേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ആ പ്രോഫിറ്റിൻ്റെ എക്സ്ചേഞ്ച്, അസ്യൂം ദ റിസ്ക്, ഇതൊക്കെ എന്താണ് ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്, ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് കൺസേൺഡ് വിത്ത് യുണീക്ക് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് ദാറ്റ് മേക്ക് എക്സിസ്റ്റിംഗ് മെത്തേഡ് ഓഫ് പ്രോഡക്റ്റ് ഒബ്സലേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള മെത്തേഡ്സോ അല്ലെങ്കിൽ പ്രോഡക്ട്സോ അതെന്താണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു യുണീക്കായുള്ള കോമ്പിനേഷൻസ്, ആ കോമ്പിനേഷൻസിൻ്റെ റിസോഴ്സുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സലേറ്റ് ആയിട്ടുള്ള
സംയോജനങ്ങളുമായിട്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിലവിലുള്ള മെത്തേഡ്സോ അതുപോലെ തന്നെ പ്രോഡക്ട്സോ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു കാലഹരണപ്പെടുന്ന വിഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ്, ആ റിസോഴ്സുകൾ എന്താണ് ഒബ്സലൈറ്റ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു കോമ്പിനേഷൻസ്, അതൊക്കെ എന്താണ് ഒരു ഓൺട്രപ്രണർഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓൺട്രപ്രണർഷിപ്പ് ഈസ് കൺസേൺഡ് വിത്ത് എംപ്ലോയിങ്, മാനേജിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രോഡക്റ്റിൻ്റെ ഫാക്ടേഴ്സ് ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് അൺടാപ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഉപയോഗിക്കാത്ത ചില അവസരങ്ങളുണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതൊക്കെ പ്രയോജനപ്പെടുത്തി ആരാണ് ഉപയോഗിക്കുന്നത് അവർക്ക് എന്താ അതിൻ്റെ വാല്യൂസ് സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ടുവാർഡ്സ് ഗ്രോത്ത് ഇൻ സെയിൽസ് ഇൻകം അസറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇവിടെ പറയുന്നത് സെയിൽസ്, അതുപോലെ തന്നെ ഇൻകം, അസറ്റ്, എംപ്ലോയീസ് എന്നിവയിലേക്കുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയിലേക്കുള്ള അതിൻ്റേതായുള്ള ശക്തമായതും അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഓറിയൻറ്റേഷൻസും, ആ ഓറിയൻറ്റേഷൻസൊക്കെ ഉള്ളൊരു പ്രോസസ്സാണ് ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ്, അതുപോലെ തന്നെ ഇൻകം, അസറ്റ്സ്, എംപ്ലോയീസ് എന്നിവയിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ഗ്രോത്ത്, ആ ഗ്രോത്ത് സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ അത് പോസിറ്റീവായിട്ടൊരു ഓറിയൻറ്റേഷനായി മാറുകയും ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ പ്രോസസ്സാണ് ഈ പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എസെൻഷ്യൽ ഓൺട്രപ്രണർ ആയിരിക്കണം, അല്ലെങ്കിൽ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പും ഓൺട്രപ്രണറും കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യനിൽ നോക്കുക. കാരണം രണ്ടെണ്ണത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ആസ് എ പേഴ്സൺ ആണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസറാണ്, ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസ്ഡ് ഫോം ഓഫ് ദ ഇനീഷ്യേറ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫോം ഓഫ് ഇനീഷ്യേഷൻ ആണ്. എന്ന് വെച്ചാൽ ഫോമായിട്ട് ഇനീഷ്യേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ നമുക്ക് പറയാം. നെക്സ്റ്റ്, ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ റിസ്ക് ടേക്കർ ആണ്. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റീസ്, ആ റിസ്ക് എടുത്ത് അതിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ്, ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റർ, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ബിസിനസ് മാൻ എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ പ്രോസസ് ഓഫ് ഇന്നോവേഷൻസ്, ആ ഇന്നോവേഷൻ പ്രോസസ്സ് എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണർഷിപ്പിൽ പറയുന്നത്. നെക്സ്റ്റ്, ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കർ ആണ്. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഈ പറയുന്ന ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ, തീരുമാനമെടുത്തോ ഒക്കെ അത് പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോകുന്നതാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ്, ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ വിഷ്വലൈസർ ആണ്. എന്ന് വെച്ചാൽ എല്ലാം കണ്ടിട്ട് തീരുമാനിക്കുന്ന വ്യക്തിയാണ്. നേരെ മറിച്ച് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വിഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓൺട്രപ്രണർഷിപ്പ്, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ മറ്റേ പോയിന്റാണ് ഇത്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ അതർ പോയിന്റ് ആക്കിയിട്ട് കൂട്ടി വയ്ക്കാം. എക്കണോമിക് ആൻഡ് ഡൈനാമിക് ആക്ടിവിറ്റീസ് ആണ്, റിലേറ്റഡ് ടു ഇന്നോവേഷൻസ് ആണ്, പ്രോഫിറ്റ് പൊട്ടൻഷ്യൽസ് ആണ്, റിസ്ക് ബിയറിംഗ് ആണ്. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റാണ്. നെക്സ്റ്റ്, ക്രിയേറ്റിവിറ്റി, ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ. എന്താണ് ക്രിയേറ്റിവിറ്റി? ഒരു ഓൺട്രപ്രണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൻവെൻഷൻ, അതുപോലെ തന്നെ എന്താണ് ഇന്നോവേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ക്രിയേറ്റിവിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ബ്രിങ് സംതിങ് ന്യൂ ഇൻ ടു എക്സിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പേഴ്സൺ മെൻ്റൽ എബിലിറ്റി ആൻഡ് ക്യൂരിയോസിറ്റി ടു ഡിസ്കവർ സംതിങ് ന്യൂ.
ഈ ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് അഥവാ ഒരു എബിലിറ്റിയാണ് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി. ഇവിടെ ന്യൂ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു വ്യക്തിയുടെ മെൻ്റൽ എബിലിറ്റിയുടെയും അതുപോലെ തന്നെ അയാളുടെ ക്യൂരിയോസിറ്റി, ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഒക്കെ ഒരു പ്രയോഗമാണ് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, പുതുതായിട്ട് ഇന്നോവേറ്റീവായുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റിയാണ് ഇത്. അതുമാത്രമല്ല ന്യൂ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ആ വ്യക്തിയുടെ മെൻ്റൽ എബിലിറ്റിയുടെയും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയുടെയും ഒരു പ്രയോഗം കൂടിയാണ് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻവെൻഷൻ. Invention simply means the idea behind things. It involves the discovery of new idea, new products and new methods. It is the creation of a new product, services or process that is novel or untried. ഇവിടെ പറയുന്നത് ഇൻവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ കണ്ടുപിടുത്തം എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻഷൻ എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു റീസൺസ്, ആ റീസൺസിൻ്റെ പിന്നിലുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. പുതുതായിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റുകളിൽ പുതുതായിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ അതുപോലെ തന്നെ പുതിയ മെത്തേഡ്സ് എന്നിവ കണ്ടെത്തുന്നത് ഈ ഒരു ഇൻവെൻഷൻ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതൊരു പുതുതായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസസ് അല്ലെങ്കിൽ പ്രോസസ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ് ഈ പറയുന്ന ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അത് നോവൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തതുമായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത് കണ്ടുപിടുത്തം, ഇൻവെൻഷൻ എന്ന് പറയുന്നത് കണ്ടുപിടുത്തം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവെൻഷൻ എന്നാൽ നമ്മൾ എന്തെങ്കിലും റീസൺസ്, ആ റീസൺസിന് പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ന്യൂ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ള മെത്തേഡ്സ് എന്നിവ ഒക്കെ കണ്ടെത്തുന്നതിനായിട്ടാണ് ഈ ഒരു നമ്മുടെ ഇൻവെൻഷൻ ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു പുതുതായിട്ട് വരുന്ന പ്രോഡക്ട്സ്, സർവീസ് അല്ലെങ്കിൽ പ്രോസസ്സ്, അതിൻ്റെ ഒക്കെ ഒരു സൃഷ്ടിയും കൂടിയാണ് ഈ പറയുന്ന ഇൻവെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്നൊവേഷൻ. Creativity leads to innovation. Innovation means introducing something new. It is the introduction of the new product or methods into market. Creativity ആയിട്ടുള്ള ലീഡ്സ്, അതിലേക്ക് നയിക്കുന്ന സംഭവമാണ് ഇന്നൊവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓൺട്രപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പുതുതായുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പുതുതായുള്ള പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ പുതുതായുള്ള മെത്തേഡ്സ്, അതൊക്കെ എന്താണ് ഒരു മാർക്കറ്റിൽ നമ്മൾ ഇന്നൊവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക പുതുതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്നൊവേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്നൊവേഷൻ മീൻസ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, അത്ര തന്നെ. നെക്സ്റ്റ്, റിസ്ക് ഇൻവോൾവ് ഇൻ വിത്ത് ഓൺട്രപ്രണർഷിപ്പ്. എന്തൊക്കെ റിസ്ക് ആണ് ഒരു ഓൺട്രപ്രണർഷിപ്പിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ റിസ്ക് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, പേഴ്സണൽ റിസ്ക് അഥവാ ടൈം റിസ്ക്, ദെൻ കരിയർ റിസ്ക്, സൈക്കോളജിക്കൽ റിസ്ക്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിനാൻഷ്യൽ റിസ്ക് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകംസ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ ഒരു ഓൺട്രപ്രണേഴ്സിൽ ഒരു എൻ്റർപ്രൈസിൽ എന്താണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ക്ലിക്ക് ചെയ്ത് വലിയ തരത്തിലുള്ളൊരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻഷ്യൽ കാര്യമൊന്നും ഇതിലൂടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാണ് ഈ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ കാര്യം മാത്രം നോക്കുക, എന്ന് വെച്ചാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകംസ് അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു ഓൺട്രപ്രണേഴ്സിൽ ഒരു എൻ്റർപ്രൈസിൽ നിന്ന് എൻ്റർപ്രൈസിൽ എമൗണ്ട് നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം വലിയ തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ആക്സിഡൻറ്റിലേക്ക് ഇത് കലാശിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ റിസ്ക് അല്ലെങ്കിൽ ടൈം റിസ്ക്. പേഴ്സണൽ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ അഥവാ ടൈം റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു എൻ്റർപ്രൈസ് നമ്മൾ ആരംഭിച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ഒരു കഠിനമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ജോലിയാണ്. ഇത് ഓൺട്രപ്രണേഴ്സിൻ്റെ ടൈമും എനർജിയും അത് പൂർണ്ണമായിട്ടും അതിൽ മുഴുകുന്നതിന് അത് വിനിയോഗിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഫാമിലി ജീവിതവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ജീവിതവും ഇതൊക്കെ എന്താണ് ഇതിലൂടെ തന്നെ അപകടത്തിലാകും എന്നാണ് പറയുന്നത്, അപകടത്തിലാണ് എന്നാണ് പറയുന്നത്.
കാരണം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ആ ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. മറ്റേ നമ്മൾ ഫിനാൻഷ്യലി ആയിട്ട് നമ്മൾ അധികം റിസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റായിട്ട് അത് ആദ്യം ആ റിസ്ക് ഒക്കെ ആക്കുകയും ചെയ്യാൻ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഈ റിസ്ക് ഒക്കെ നമ്മൾ ടേക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യത ഉണ്ടായിരിക്കണം നമുക്ക്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓൺട്രപ്രണർഷിപ്പിലൂടെ നമ്മൾ ആ എൻ്റർപ്രൈസ് നമുക്ക് പുതുതായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പേഴ്സണൽ റിസ്കിൽ എന്താ പറയുന്നത്, ഒരു എൻ്റർപ്രൈസ് അത് ആരംഭിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ കഠിനമായ ഒരു പ്രവൃത്തിയാണ്. അത് മാത്രമല്ല ഈ എൻ്റർപ്രണേഴ്സിൻ്റെ ടൈം, എനർജി ഇതൊക്കെ പൂർണ്ണമായിട്ടും അതിൽ മുഴുകുകയും ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിൽ ഫാമിലീൻ്റെ ലൈഫോ അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ലൈഫോ ഇതൊക്കെ എന്താണ് അപകടത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് റിസ്ക്, അത് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് തിരിക്കാൻ. നെക്സ്റ്റ്, കാരിയർ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സിലൂടെ ഒരു ബിസിനസ് നന്നായിട്ട് നടക്കുന്നിടത്തോളം കാലം എല്ലാവരും അതിനനുസരിച്ച് ഓരോ പ്രോസസ്സിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ളൊരു വഴുതി വീഴലുകളോ കാര്യങ്ങളോ അതിലുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കാരിയേഴ്സ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഏറ്റെടുക്കാൻ അയാൾ നിർബന്ധിതനായേക്കാം. അപ്പോൾ അതിൽ വരുന്ന കുറേ റിസ്ക്കുകൾ വരുന്നുണ്ട്. എന്നാലിപ്പോൾ തൊഴിലുടമ അയാളുടെ എഫിഷ്യൻസിയെ സംശയിക്കുകയും അവരെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ് ഒരു കാരിയർ റിസ്ക് ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ബിസിനസ് നന്നായിട്ട് നടക്കുന്നിടത്തോളം കാലം എല്ലാവരും അതിനനുസരിച്ച് അതിൻ്റെ പ്രോസസ്സിലേക്ക് നീങ്ങുകയും അതുപോലെ തന്നെ അതിൽ വല്ല വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ, ലോസ് സംഭവിക്കാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റ് തൊഴിലവസരങ്ങൾ ഏറ്റെടുക്കാൻ അയാൾക്ക് നിർബന്ധിതമാകുകയും ചെയ്യണം. എന്നാൽ ആ തൊഴിലുടമ അയാളുടെ എഫിഷ്യൻസിയെ സംശയിക്കുകയും അവരെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു റിസ്ക്കാണ് ഈ പറയുന്ന കാരിയർ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സ് അഭിമുഖീകരിക്കേണ്ട ചില പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ മെൻ്റലായിട്ട് വരുന്ന കുറേ പെയിൻ ഉണ്ടാവും. ആ പെയിനൊക്കെ അയാൾക്ക് അയാളുടെ ലൈഫ് മുഴുവനും അവരെ വേട്ടയാടുകയും അവൻ്റേതായിട്ടുള്ള കുറേ പ്രഷേഴ്സ് അത് ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് നടത്തുന്നിടത്തോളം കാലം അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് ഒരു റിസ്ക് ആണ് ഈ പറയുന്നത് സൈക്കോളജിക്കൽ റിസ്ക്. എന്ന് വെച്ചാൽ സൈക്കോളജിക്കലി ആയിട്ട് നമുക്ക് ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലി ആയിട്ട് അയാൾക്ക് റിസ്ക് ടേക്ക് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് റിസ്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. പേഴ്സണൽ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ പേഴ്സണലി ആയിട്ട് നമുക്ക് റിസ്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കാരിയർ റിസ്ക് ആണെങ്കിൽ കാരിയർ തൊഴിലവസരങ്ങളിലൊക്കെ നമുക്ക് റിസ്ക് ഇൻവോൾവ് വരുന്നുണ്ട്. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ റിസ്ക് ആണെങ്കിൽ മാനസികമായിട്ടുള്ള റിസ്കുകൾ നമുക്കിതിൽ ടേക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബാരിയേഴ്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബാരിയേഴ്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പിലെ ഫസ്റ്റ് വണ്ണാണ് റെഗുലേറ്ററി ബാരിയേഴ്സ്. ഈ റെഗുലേറ്ററി ബാരിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് അതിൻ്റെ എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുന്നതിന് നിരവധി പിന്തുണ പോളിസികൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റലിൻ്റെ അടിസ്ഥാനം നൽകുന്നതിനും ഈ ഒരു മേഖലയിൽ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യലായിട്ടുള്ള പോളിസീസ് ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു എംപ്ലോയി മാർക്കറ്റുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റുകളെ ബാധിക്കുന്ന തരത്തിലുള്ള പോളിസികൾ, അതുപോലെ തന്നെ ടാക്സിൻ്റെ ഫോർമേഷൻസ്, കോമ്പറ്റീറ്റീവ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ചില പോളിസികൾ, എംപ്ലോയീസിൻ്റെ റെഗുലേഷൻസ്, ആ റെഗുലേഷൻസിൽ വരുന്ന ലിമിറ്റ്സ് എന്നിവ പോലുള്ള പോളിസികളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഗുലേഷൻസിനെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്, ഉണ്ടാകാം. അതിനുള്ളൊരു പോയിൻ്റാണ് ലാക്ക് ഓഫ് ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് സപ്പോർട്ട്. ലാക്ക് ഓഫ് ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിയമപരമായിട്ടുള്ള ചില
ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില ബാരിയേഴ്സ് അത് ചില ബിസിനസ്സുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്ത് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ 4000 പേർക്ക് തൊഴിലവസരങ്ങൾ നിർദ്ദേശിച്ച് ഒരു 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 ഗവൺമെൻറ്, അതിപ്പോൾ കൊച്ചി ആണെങ്കിൽ ഒരു 262 കോടിയോളം അതിൻ്റേതായിട്ടുള്ള എല്ലാ പദ്ധതിക്കുമായിട്ട് എന്താണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള പ്രവേശന തടസ്സങ്ങൾ അല്ലെങ്കിൽ ബാരിയേഴ്സ് അത് ചില ബിസിനസ്സുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ലാക്ക് ഓഫ് ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കൺസ്ട്രെയിൻസ് ആൻഡ് റെഗുലേഷൻസ്. ഇവിടെ ലാക്ക് ഓഫ് കൺസ്ട്രെയിൻസ് ആൻഡ് റെഗുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റെഗുലേറ്ററി അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസുകൾ, ഇതൊക്കെ എന്താണ് ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തെ ഇതൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. ചില രാജ്യങ്ങളിൽ ഒരു ഓൺട്രപ്രണേഴ്സിന് ഒരു എൻ്റർപ്രൈസ് രജിസ്റ്റർ ചെയ്യാൻ ഒരു ദിവസം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ മറ്റുള്ളവയിൽ അവർക്ക് 20 ആഴ്ച അല്ലെങ്കിൽ 20 വീക്സ് ആവശ്യമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കണമെങ്കിൽ. അപ്പോൾ അവിടെ അതാണ് ഈ പറയുന്നത് ലാക്ക് ഓഫ് കൺസ്ട്രെയിൻസ് ആൻഡ് റെഗുലേഷൻസ്. നെക്സ്റ്റ് ബാരിയേഴ്സാണ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ്. ഈ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൾച്ചറലി ആയിട്ടും അല്ലെങ്കിൽ സോഷ്യലി ആയിട്ടും ചില ബാരിയേഴ്സ് വരുന്നുണ്ട് ഓൺട്രപ്രണേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ലോ സ്റ്റാറ്റസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ്. ലോ സ്റ്റാറ്റസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഓൺട്രപ്രണേഴ്സിന് മതിയായ അംഗീകാരം നൽകുന്നില്ല. അതുമാത്രമല്ല ആ ഒരു ഓൺട്രപ്രണേഴ്സിനെ തെറ്റായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഗ്രോത്ത് അത് ആ ഗ്രോത്തിന് ഒട്ടും യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ചില കേസുകളിൽ സാങ്കേതികമായിട്ടുള്ള യോഗ്യതയുള്ള ഒരു എംപ്ലോയീസ്, ആ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് നേടിയ ജോലി ചെയ്യുന്ന ചില ആളുകൾക്ക് ഇന്ത്യയിൽ പുറത്തു പോയിട്ട് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടുന്ന വിദഗ്ധമായ തൊഴിലുകളെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഇത് ഇന്ത്യയിലുള്ള ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അതെന്താണ് അവർ അനദർ കൺട്രീസിലേക്ക് പോയിട്ട് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് തുടങ്ങുകയാണെങ്കിൽ അതെന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള വളർച്ചയ്ക്ക് അത് യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബ്രെയിൻ ഡ്രെയിൻ ഇൻ ഇന്ത്യ. ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിക്കലി ആയിട്ട് യോഗ്യതയുള്ള എംപ്ലോയീസിൻ്റെ ട്രെയിനിങ്സ് അത് നേടിയ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോയി സുതാര്യമായ ആനുകൂല്യങ്ങൾ നേടുകയും വിദഗ്ധമായ തൊഴിലാളികളെ ലഭിക്കുന്നത് ഇന്ത്യൻ ഓൺട്രപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു ഡിഫിക്കൽട്ടി കൂടിയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ടൈം പ്രഷർ ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. ടൈം പ്രഷേഴ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ് പറയുന്നത് ഇവിടെ ഇവിടെ 60 ഏജിന് മുകളിലുള്ള ഒരു ഓൺട്രപ്രണേഴ്സിന് എല്ലായ്പ്പോഴും അവരുടെ ലൈഫിൽ വരുന്ന ആ പ്രഷേഴ്സിനൊക്കെ വിധേയമാകേണ്ടി വരും. ഒപ്പം ഒരു ബിസിനസ് നടത്താനും അത് കൺട്രോൾ ചെയ്യാനും കുറഞ്ഞ സമയം ലഭിക്കുകയും അതുപോലെ തന്നെ അയാൾക്കൊരു 30 ഏജോ അല്ലെങ്കിൽ 40 ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ടൈമിലാണ് ഇയാൾ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് തുടങ്ങാൻ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാനും സാധിക്കും. അപ്പോൾ അയാൾക്ക് എന്താണ് ആ ടൈമിൽ അയാൾക്ക് വാർദ്ധക്യമല്ലാത്തൊരു കാലമാണ്. നേരെ മറിച്ച് അയാൾ എബോവ് 60 ഏജ് കഴിഞ്ഞിട്ടാണ് അയാൾ ഇതിലേക്ക് ഏർപ്പെടുന്നതെങ്കിൽ അയാൾക്ക് അതിൻ്റേതായുള്ള മെൻ്റൽ സ്ട്രെയിനും പ്രഷേഴ്സും അത് ടേക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ സ്റ്റിഗ്മ. ഇവിടെ സോഷ്യൽ സ്റ്റിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺട്രപ്രണേഴ്സിൻ്റെ മേലിൽ ചുമത്തുന്ന ചില സോഷ്യലി ആയിട്ടുള്ള പ്രഷേഴ്സ്. അതെന്താണ്, ചില ബിസിനസ്സുകളെ കൺട്രോൾ ചെയ്തേക്കാം. പക്ഷേ ഉദാഹരണത്തിന് ഒരു മുസ്ലിം ഓൺട്രപ്രണേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ്, ആ ബിസിനസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അത് പ്രൊമോട്ട്
ചെയ്യിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം അത് അദ്ദേഹം ഉൾപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു റിലീജിയൻ ബേസ്ഡ് ആയിരിക്കും ആ മാനദണ്ഡങ്ങൾ. അപ്പോൾ ആ റിലീജിയൻ ബേസ്ഡ് ആയുള്ള മാനദണ്ഡങ്ങൾ മാത്രം എന്താണ് ഒരു ബിസിനസ്സുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിലും ആ ഒരു ബിസിനസ്സിൽ നമുക്ക് ആ ഒരു ഇടപാടുകൾ മാത്രം നമുക്ക് എന്താണ് സാധിക്കില്ല. അതിന് അങ്ങനത്തെ ഇടപാടുകൾ വേണമെങ്കിൽ നമ്മൾ അനദറായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ പറയുന്നത് സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കളങ്കം വരുത്തരുത് എന്നാണ് സ്റ്റിഗ്മ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ബാരിയേഴ്സ്. ഇവിടെ എക്കണോമിക്കലി ആയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആയിട്ടും ഒരു ഓൺട്രപ്രണേഴ്സിന് ചില തടസ്സങ്ങളുണ്ട്, ബാരിയേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഒരു ഓൺട്രപ്രണേഴ്സ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരികയാണെങ്കിൽ അതെന്താണ് അവിടെ അതൊരു തടസ്സമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ പറയുന്നത് ആബ്സെൻസ് ഓഫ് infrastructure act as a barrier to entrepreneurship, transportation, communication, banking, marketing and institutional support should be there for the growth of any enterprise. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളുടെ അഭാവം ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ തടസ്സത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊരു ഓൺട്രപ്രണേഴ്സിൻ്റെയും അവരുടെ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, ബാങ്കിങ്, മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിന്തുണ ഇവയിലുണ്ടായിരിക്കണം. അഥവാ ആ പിന്തുണയിൽ ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസുകളിൽ ലാൻഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന ബിൽഡിങ്സ്, ഇലക്ട്രോണിക്സ്, ട്രാൻസ്പോർട്ടേഷൻസ്, ഈ ഫെസിലിറ്റീസൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് അതിലൊരു തടസ്സമാണ് എന്നാണ് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആബ്സെൻ്റ് ആവുന്ന കേസിൽ. നെക്സ്റ്റ്, മാർക്കറ്റ് ഷെയർ. ഇവിടെ മാർക്കറ്റ് ഷെയർ എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺട്രപ്രണർഷിപ്പ് ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് ഷെയറും അത്തരം പ്രൊഡക്ട്സുകളുടെ പ്രൊമോട്ട് ചെയ്യുന്ന നിലവിലുള്ള ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ പ്രശസ്തി അതൊക്കെ എന്താണ് വിശകലനം ചെയ്യുന്നതിന് ഒരു മാർക്കറ്റ് സർവേ നടത്തണം. അതാണ് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സീഡ് ക്യാപിറ്റൽ. ഈ ലാക്ക് ഓഫ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സിൽ അവർക്ക് വരുന്ന ഫണ്ടുകളുടെ ഉയർന്ന റേറ്റ്, ആ റേറ്റ് എന്താണ് ഒരു സീഡ് ക്യാപിറ്റലിനെ ദുർബലമാക്കുന്നു. അത് ബാങ്കുകൾക്കും മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും ലോൺസ് ലഭിക്കുന്നതിന് എളുപ്പമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങൾ എന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് ഇതൊക്കെ എന്താണ് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എന്താണ് ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ബാരിയേഴ്സ്, എക്കണോമിക്കലി ആയുള്ള ഫിനാൻഷ്യലി ആയുള്ള ഒരു ബാരിയേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് മാർക്കറ്റ് നോളജ്. ലാക്ക് ഓഫ് മാർക്കറ്റ് നോളജ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഓൺട്രപ്രണേഴ്സിനും അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സും മാർക്കറ്റ് സർവേ നടത്തുന്നില്ല. ചില ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാർക്കറ്റിലെ എല്ലാ സർക്കംസ്റ്റൻസ് അഥവാ ആ സാഹചര്യങ്ങളൊക്കെ പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഒരു യഥാർത്ഥ ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ മാർക്കറ്റിലുള്ള വരുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് സ്റ്റഡി ചെയ്യണം. പക്ഷേ ഇവിടെ എന്താണ് ആ സാഹചര്യങ്ങളുമായിട്ടൊന്നും സ്റ്റഡി ചെയ്യുന്നില്ല. എന്താണോ അവർ പറയുന്നത് മാത്രം സ്വീകരിക്കുക എന്നതാണ്. അതും എന്താണ് ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ കേസിൽ അതൊരു തടസ്സങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബാരിയേഴ്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പിൻ്റെ തടസ്സങ്ങൾ ഏതൊക്കെയല്ല എന്ന് പറഞ്ഞു നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഗുലേറ്ററി ബാരിയർ, രണ്ടാമത്തെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ്, മൂന്നാമത്തെ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ബാരിയേഴ്സ്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ്. ഒരു ഓൺട്രപ്രണേഴ്സിന് എന്തൊക്കെ ക്വാളിറ്റീസാണ്, ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസാണ് വരുന്നത്? ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് ഡ്രൈവ് ആൻഡ് എനർജി എന്ന് പറയുന്നത്. ഡ്രൈവ് ആൻഡ് എനർജി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സിന് അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈവ് ആൻഡ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് it is a strong internal stimulus which implies the action. The drive
മോട്ടിവേറ്റ്സ് എ പേഴ്സൺ ടു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പേഴ്സൺ ഓഫ് വർക്ക് എന്തൊക്കെ വർക്കാണോ അവർക്കുള്ളത് ആ വർക്ക് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റിമുലീസ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇംപ്ലൈഡ് ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അത്തരം ആ ഒരു ക്വാളിറ്റീസ് ഉള്ളതായിരിക്കണം ഈ ഡ്രൈവ് ആൻഡ് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ആയിരിക്കണം. അതാണ് ഡ്രൈവ് ആൻഡ് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം. ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സെൽഫ് കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓൺട്രപ്രണേഴ്സ് എത്ര നമ്മൾ എന്തെങ്കിലും ഏത് രീതിക്കുള്ള കാര്യങ്ങളും നമ്മൾക്ക് എന്താണ് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നമ്മുടെ മേത്തിലേക്ക് വരും. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തരണം ചെയ്തിട്ട് നമുക്ക് എന്താണ് മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കാരണം every successful entrepreneur believes in himself and his ability. He does not believe in fate. He is slapping his destiny എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് പറയുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ എബിലിറ്റിയുമാണ്. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റേതായുള്ള എബിലിറ്റീസ് ഒക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലോങ് ടേം ഇൻവോൾവ്മെൻറ്റ്. ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആഴത്തിലേക്ക് ചെല്ലാനുള്ള എല്ലാ തരത്തിലുമുള്ള സോഴ്സസ് അടങ്ങിയിരിക്കണം. ലോങ് ടേം ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയണമെങ്കിൽ ഓൺട്രപ്രണേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം എ പ്രൊമോട്ടേഴ്സ് ക്രിയേറ്റ് എ ബിസിനസ് ആൻഡ് സെൽ ഇറ്റ് ടു അതേഴ്സ് ആൻഡ് അഗെയിൻ സ്റ്റാർട്ട് അനദേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊമോട്ടേഴ്സിനാണ് കുറേ പ്രോത്സാഹനങ്ങളുണ്ടാകും. ആ പ്രോത്സാഹനങ്ങളൊക്കെ എന്താണ് ഓരോ ബിസിനസ്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് വരുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് ഒക്കെ എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ എല്ലാ കാര്യത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻവോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം ഓൺട്രപ്രണേഴ്സിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓൺട്രപ്രണേഴ്സിന് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടായിരിക്കണം. കാരണം ഓൺട്രപ്രണേഴ്സിന് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ പ്രോബ്ലംസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ചേഞ്ചസ് വന്ന പ്രോബ്ലംസ് കറക്റ്റഡായിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ആണ് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒരു എൻ്റർപ്രൈസിന് വരികയാണെങ്കിൽ ആ എൻ്റർപ്രൈസിൽ വരുന്ന പ്രോബ്ലംസ് എന്താണ് നമുക്ക് കണ്ട് പരിഹരിക്കാനുള്ള ഒരു ഐഡിയാസ് ആർക്ക് ഉണ്ടായിരിക്കണം ഓൺട്രപ്രണേഴ്സിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എബിലിറ്റി ടു സെറ്റ് എ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിന് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റേറ്റീവ് ആവണം. അതുപോലെ തന്നെ എബിലിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കൺസ്റ്റൻറ്റ് ഇൻഫർമേഷൻ സീക്കർ. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഓൾവേസ് ആയിട്ടും അതെന്താണ് ഒരു ഇൻഫർമേഷൻ സീക്കറാണ്. കാരണം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക അത് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ഈ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫർമേഷൻ സീക്കറാണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മൾ ടൈം ടു ടൈം ഓരോ ടൈമിൽ വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഓൺട്രപ്രണേഴ്സ് കറക്റ്റഡായിട്ട് പ്രൊസീഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് കറക്റ്റഡായിട്ട് ആ പ്രോസസ്സ് കറക്റ്റഡായിട്ട് ത്രൂ ഔട്ട് ദി ഫോളോ ചെയ്ത് പോവുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഇൻഫർമേഷൻ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ഫ്രം ടൈം ടു ടൈം. ഓരോ ടൈമിലും എന്താണ് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ച് എന്താണ് ആ ഒരു കൺസെൻ്റ് ആയിരിക്കണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഓൺട്രപ്രണേഴ്സിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റീസിലൊന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ. കാരണം എല്ലാവരും ഒത്തുചേർക്കാനുള്ളൊരു ക്വാളിറ്റേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കൺസേൺ ഫോർ ക്വാളിറ്റീസ്. കൺസേൺ ഫോർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എൻ്റർപ്രൈസിലുള്ള പ്രോഡക്റ്റ്സ് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ അയാൾ കൺസേൺ ആയിരിക്കണം. അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷനിൽ അയാൾ കൺസേൺ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ട്രൈ ടു ബി എൻ ഇന്നോവേറ്റർ. Try to be an innovator എന്ന് പറയുകയാണെങ്കിൽ in the words of the competition only an innovative entrepreneurs can survive. The people in general welcome changes എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ടു ബി an innovator എന്ന് പറയുകയാണെങ്കിൽ ഇന്നോവേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം എന്താ വെച്ചാൽ ന്യൂ ആയിട്ടുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് പുതുതായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല പീപ്പിൾസിന് പുതുതായിട്ടുള്ള കാര്യങ്ങൾ സർവൈവ് ചെയ്യാനുള്ളതൊക്കെ എന്താണോ നമ്മൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇന്നോവേറ്റ് ചെയ്ത കാര്യങ്ങൾ ഈ ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് സെറ്റ് ചെയ്യാനും അത് അയാൾക്ക് സർവൈവ് ചെയ്യാനും സാധിക്കണം. നെക്സ്റ്റ് എബിലിറ്റി ടു കീപ്പ് എ ബിസിനസ് സീക്രട്ട്.
ഇവിടെ പറയുന്നത് എല്ലാ ബിസിനസ്സാണ് അല്ലെങ്കിൽ ഏതൊരു എൻ്റർപ്രൈസ് ആണ് ആ എൻ്റർപ്രൈസിനൊക്കെ എന്താണ് ഒരു ബിസിനസ് സീക്രട്ട് ഉണ്ടായിരിക്കണം. അതൊക്കെ എന്താണ് അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ സീക്രട്ടായിട്ട് വെക്കാൻ തന്നെ ഒരു ഓൺട്രപ്രണേഴ്സിന് സാധിക്കണം. അത്തരം അങ്ങനത്തെ ക്വാളിറ്റീസുകളാണ് ഈ പറയുന്ന ഓൺട്രപ്രണേഴ്സിനുള്ളത്. ഡ്രൈവ് ആൻഡ് എനർജി, സെൽഫ് കോൺഫിഡൻസ്, ലോങ് ടേം ഇൻവോൾവ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, എബിലിറ്റി ടു സെറ്റ് എ ഗോൾ, കോൺസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ സീക്കർ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കൺസേൺ ഫോർ ക്വാളിറ്റീസ്, ട്രൈ ടു ബി എൻ ഇന്നോവേറ്റർ, എബിലിറ്റി ടു കീപ് എ ബിസിനസ് സീക്രട്ട്. ഇതുപോലെ തന്നെ കൂടെ തന്നെ നമുക്ക് ഇൻക്ലൂഡിങ് കുറേ സംഭവങ്ങൾ നമുക്ക് ചേർക്കാൻ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അതുപോലെ തന്നെ മാൻ ഓഫ് വിഷൻ വേണം, അതുപോലെ തന്നെ അവയർനെസ് ഓഫ് ദ സോഷ്യൽ ഒബ്ലിഗേഷൻസ്, സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വില്ലിങ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ക്വാളിറ്റി ഓൺട്രപ്രണേഴ്സിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്റർപ്രണറിയൽ കോമ്പിറ്റൻസി. എന്റർപ്രണറിയൽ കോമ്പിറ്റൻസി ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പേഴ്സണൽ എന്റർപ്രണറിയൽ കോമ്പിറ്റൻസി. പേഴ്സണൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസിയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ കഴിവുകൾ, അതിനെയാണ് നമ്മൾ കോമ്പിറ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. It can be defined as underlying characteristics such as generic and specific knowledge, motives, traits, self-image, social rules and skills that result in venture, birth, survival and or growth. ഇവിടെ പറയുന്നത് ഒരു ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ കഴിവുകളെ പൊതുവായതും സ്പെസിഫൈഡ് ആയതുമായിട്ടുള്ള നോളജസ് ഉണ്ടായിരിക്കും. അഥവാ ഉദ്ദേശങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെന്താണ് മോട്ടീവ്സ്, ട്രൈറ്റ്സ്, സെൽഫ് ഇമേജസ്, സോഷ്യൽ റൂൾസ്, സ്കിൽസ്, ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്നിവയ്ക്ക് കാരണമാകുന്ന കഴിവുകൾ എന്നിവ പോലുള്ള ഒരു അടിസ്ഥാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ഈ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പേഴ്സണൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസിയാണ് അതിൽ ഫസ്റ്റ് പറയുന്നത്. ഈ പേഴ്സണൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്താ എന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സണൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പേഴ്സണലി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ആ പേഴ്സണലി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന അവരുടെ കഴിവുകൾ, അതിനെയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ കേസിൽ അവർക്ക് ഏൽപ്പിക്കുന്ന കുറച്ച് ചുമതലകളുണ്ടാവും. ആ ചുമതലകൾ ഫലപ്രദമായിട്ടും എഫിഷ്യൻസി ആയിട്ടും അയാൾക്ക് നിർവഹിക്കാനും, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളും ഇതും ഒക്കെ എന്താണ് അതൊരു ഓൺട്രപ്രണറിയലിൻ്റെ കേസിൽ അവർക്ക് ഏതൊക്കെ തരം പേഴ്സണലി ആയിട്ടുള്ള കഴിവുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഇനീഷ്യേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ തൻ്റെ ആ വർക്കിലുള്ള ആവശ്യകതകൾക്കെതിരെയായിട്ട് അല്ലെങ്കിൽ ആവശ്യകങ്ങൾക്കായിട്ട് ചില പ്രൊസീജിയറുകൾ കൈക്കൊള്ളാനും അത് വേഗത്തിൽ പ്രവർത്തിപ്പിക്കാനും ഒരു ഓൺട്രപ്രണേഴ്സിന് കഴിയണം, ഇനീഷ്യേറ്റ് എടുക്കണം. നെക്സ്റ്റ് എബിലിറ്റി ടു സീ ആൻഡ് ആക്ട് ഓൺ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണേഴ്സിന് എല്ലായ്പ്പോഴും അവരുടെ ഓപ്പർച്യൂണിറ്റീസുകൾ തേടുകയും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ബിസിനസ് അവസരങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ, ഇവിടെ പുതുതായിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് അദ്ദേഹം കണക്കാക്കുകയും അതുപോലെ തന്നെ അതിലൂടെ തന്നെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടാതെ ഫിനാൻഷ്യലി ആയിട്ടും ഉള്ള ഇൻസ്ട്രുമെൻസുകൾ, ലാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ജോബിൻ്റെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഹെൽപ്പ് എന്നിവയൊക്കെ നേടുന്നതിനുള്ള ഒരു അസാധാരണമായുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണേഴ്സിന് ആവർത്തിച്ചുള്ള ചില ശ്രമങ്ങൾ,
ആ ശ്രമങ്ങൾ നടത്താനോ അതുപോലെ തന്നെ ഗോൾസ് കൈവരിക്കുന്നതിനുള്ള തടസ്സത്തെ മറികടക്കാൻ വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയറുകൾ കൈക്കൊള്ളാനോ കഴിയും. ഇതാണ് ഈ പറയുന്ന പെർസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ സീക്കിങ്. ഇൻഫോർമേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്, ആ ബിസിനസ്സിലെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അത് നേടുന്നതിനോ ബിസിനസ്സിലെ എല്ലാ പ്രോബ്ലംസും അത് വ്യക്തമാക്കുന്നതിനോ എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് തേടാം എന്നതിനെക്കുറിച്ച് നടപടിയെടുക്കാൻ ഒരു ഓൺട്രപ്രണേഴ്സിന് കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കൺസേൺ ഫോർ ഹൈ ക്വാളിറ്റി ഓഫ് വർക്കേഴ്സ്. കൺസേൺ ഫോർ ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയുള്ള ചില കണ്ടീഷൻസുകൾ അത് പാലിക്കുന്ന അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഓൺട്രപ്രണേഴ്സിന് അതിൻ്റെ ഫങ്ഷൻസ് അത് അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ഒരു സംതൃപ്തി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു മികച്ച അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാനോ ഉള്ള ആഗ്രഹം ഒരു ഓൺട്രപ്രണേഴ്സ് പ്രസ്താവിക്കുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന കൺസേൺ ഫോർ ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക്. കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണൽ കഴിവുകളിലൊന്നാണ് ഒരു ജോലി. ആ ജോലി പൂർത്തിയാക്കുന്നതിന് ഓൺട്രപ്രണേഴ്സിന് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു മുൻഗണന അത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യുകയോ അല്ലെങ്കിൽ ജോബിൽ അല്ലെങ്കിൽ വർക്കിൽ പൂർത്തിയാക്കാൻ അസാധാരണമായിട്ടുള്ളൊരു ശ്രമം നടത്തുകയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നതിൽ എല്ലാ വിധത്തിലുള്ള പ്രോബ്ലത്തിനുള്ള മുഴുവനായിട്ടുള്ള ഒബ്ലിഗേഷൻസും അതുപോലെ തന്നെ അവർ ഏറ്റെടുക്കുകയും ആ ഉപഭോക്താവിന് അല്ലെങ്കിൽ ആ കൺസ്യൂമേഴ്സിന് അത് തൃപ്തിപ്പെടുത്തുന്നതിനാൽ അവർക്ക് എന്തെങ്കിലും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ കോമ്പിറ്റൻസിയാണ് എൻ്റർപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസി. അടുത്തതിൽ പറയുന്നത് ഈ എൻ്റർപ്രൈസ് ലോഞ്ച് ചെയ്യാൻ അഥവാ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യാൻ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ എന്തൊക്കെ തരം കഴിവുകളാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചർ ഓഫ് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൺട്രപ്രണേഴ്സിന് ആ ഒരു ബിസിനസ്സിൻ്റെ നാച്ചർ അത് മനസ്സിലാക്കാൻ സാധിക്കണം. രണ്ടാമത്തെ ടു ഡെവലപ്പ് ദ ബിസിനസ് പ്ലാൻ. ഓൺട്രപ്രണേഴ്സിന് ആ ഒരു ബിസിനസ്സിൻ്റെ പ്ലാന് അത് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് ടു ഒബ്റ്റെയിൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കലായുള്ള എല്ലാവിധ സഹായവും ലഭിക്കാൻ ഒരു ഓൺട്രപ്രണേഴ്സിന് കഴിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് ടു ചൂസ് ദി ടൈപ്സ് ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിലും ഒരു ഓൺട്രപ്രണറിന് അറിവുണ്ടായിരിക്കണം. ടു പ്ലാൻ ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഥവാ മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം അത് പ്ലാൻ ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് ലൊക്കേറ്റ് ദ ബിസിനസ് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താണ് ഒരു ബിസിനസ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടെത്തണം. നെക്സ്റ്റ് ടു ഫിനാൻസ് ദ ബിസിനസ്. ആ ബിസിനസ്സിന് വേണ്ടിയുള്ള എമൗണ്ട് ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ ടു കോംപ്ലി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻസ്. സർക്കാരിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോമ്പിറ്റൻസിയാണ് എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി. ഇവിടെ പറയുന്നത് ഒരു ഓൺട്രപ്രണേഴ്സിന് എൻ്റർപ്രൈസ് തുടങ്ങുമ്പോൾ തന്നെ അവിടെ അവരുടെ മാനേജ്മെൻറ്റിലുള്ള കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തേത് ടു മാനേജ് ദ ബിസിനസ്. ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ ഒരു ബിസിനസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. രണ്ടാമത് ടു മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഓരോ പ്രോഡക്റ്റും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓരോ പ്രോഡക്ട്സിനെ പ്രോത്സാഹിപ്പിക്കണം. നെക്സ്റ്റ് ടു മെയിൻറ്റെയിൻ ദ ബിസിനസ് റെക്കോർഡ്. ബിസിനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സ് വിലയിരുത്തണം അല്ലെങ്കിൽ നിലനിർത്തണം, മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം. നെക്സ്റ്റ് ടു മാനേജ് ദ ഫിനാൻസ് എന്ന് വെച്ചാൽ ഫിനാൻസ് കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ടു മാനേജ് ദ കസ്റ്റമർ ക്രെഡിറ്റ്. ഒരു കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് അത് കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് ടു പ്രൊട്ടക്ട് ദ ബിസിനസ്സിനെ നമ്മൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓൺട്രപ്രണേഴ്സിൻ്റെ
കോമ്പിറ്റൻസീസ് എന്ന് വെച്ചാൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി, ഓൺട്രപ്രണേഴ്സിന് എന്തൊക്കെ കഴിവുകളാണ്, അത് ഏതൊക്കെ സെക്ഷനിലുള്ളതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ്, ഒന്ന് പേഴ്സണൽ കോമ്പിറ്റൻസിൻ്റെ കേസിലുണ്ട്, അതുപോലെ തന്നെ എൻ്റർപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസിൻ്റെ കേസിലുണ്ട്, അതുപോലെ എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസിൻ്റെ കേസിലുള്ളതാണ് പേഴ്സണൽ കോമ്പിറ്റൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുമൊക്കെ എന്താണ്, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും എസ്സേ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം, ലോങ് എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളാണ് ഓരോ പോയിന്റ്, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് നിരവധി പോയിന്റ്സുകൾ കാണിക്കും. അപ്പോൾ ആ ഓരോ പോയിന്റ്സും നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ നിങ്ങളുടെ വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പറഞ്ഞതല്ലാതെ നിരവധി പോയിന്റ്സുകൾ നിങ്ങൾക്ക് എന്താണ് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ എസ്സേ, ഒരു ഉദാഹരണത്തിന് എസ്സേ ചോദിക്കുകയാണെങ്കിൽ എസ്സേ നിങ്ങൾ കണ്ടക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ സാരില്ല. പക്ഷെ നിങ്ങൾ എന്താണ് അതിൻ്റെ മെയിൻ പോയിന്റ് എഴുതി വെച്ച് നിങ്ങൾക്ക് പിന്നെയും അതിൻ്റെ പകുതി മാർക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ ടോപ്പിക്കുകളാണ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. നെക്സ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് എൻട്രപ്രണർ, എന്താണ് ഒരു ഓൺട്രപ്രണർ, 2019-14 ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ ഓൺട്രപ്രണർഷിപ്പ് 2019-18 ചോദിച്ചിട്ടുണ്ട്. ബാരിയേഴ്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് 2019-18 ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് 2018-16-15 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് ബാരിയേഴ്സിൽ വരുന്ന. അപ്പോൾ അതിൽ 2016 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളത് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് 2016 വീണ്ടും അതിൽ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, ഇത് 2015 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ച് വെക്കുക. 2017 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. അത് കാരണം കൊണ്ടാണ്, അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.